പി എസിനെ ഞാൻ മഹാരാജാസ് കോളേജിൽ കണ്ടിരിക്കുന്നത് എൻ്റെ അല്ലെങ്കിൽ എന്നെപ്പോലുള്ളവരുടെ ഒക്കെ നേതാവായിട്ട് കൂടിയായിരുന്നു. കാരണം അങ്ങ് അവിടെ SFIയുടെ ശരിക്കും പ്രസ്ഥാനത്തിന് എന്തായിരുന്നു അതിൻ്റെ പദവി എന്ന് അറിഞ്ഞൂടാ നയിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ അന്ന് നമ്മൾ കേരളം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ സുരേഷ് കുറുപ്പ്, തോമസ് ഐസക്ക്, CP ജോൺ, അങ്ങനെ നല്ല വായനയും നമുക്ക് പുസ്തകങ്ങളെ പറ്റിയോ സാർത്രോ കാമോ കസാൻ സാക്കീസോ ഇങ്ങനെ ലോക സാഹിത്യത്തിലെ തന്നെ പ്രധാനപ്പെട്ട ആളുകൾ, ചിന്തകർ, രാഷ്ട്രീയ ചിന്തകർ, ഇവരെ പറ്റിയൊക്കെ സംസാരിക്കുന്ന തലത്തിലൊക്കെയുള്ള നേതാക്കളൊക്കെ ഉണ്ടായിരുന്നൊരു പ്രസ്ഥാനമാണ്. ഗുണ്ടകളെ ആവശ്യമുള്ളപ്പോൾ എറണാകുളം ചന്തയിൽ പോയിട്ടോ മറ്റോ CITക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുകയെ അങ്ങനെയൊക്കെയാണ് നിങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. PSN അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഗുണ്ടകളെ ഈ ക്യാമ്പസിൻ്റെ അകത്ത് തന്നെ മുഴുവൻ SFIയും ഗുണ്ടകളായിട്ടിരിക്കുക എന്നുള്ളൊരു സംഭവം ഇന്നത്തെ പോലെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെ ശരിയാണെന്ന് PSN തോന്നുന്നുണ്ടോ? മൊത്തം ക്യാമ്പസിൽ SFIക്കാരെ മുഴുവൻ ഗുണ്ടകളായിട്ട് കാണുന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല, ഇതിൻ്റെ നമ്മളുടെ അന്നത്തെ ഒരു കാലം എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മൾ മഹാരാഷ്ട്രയിൽ തന്നെ 100 Years of Solitude അത് അതിന് നോബൽ സമ്മാനം കിട്ടുന്നതിന് മുമ്പ് നമ്മളുടെ യൂണിറ്റിലും അതേപോലെ തന്നെ നമ്മളുടെ കൂട്ടായ്മയിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നൊരു കാലമായിരുന്നു. അതിൻ്റെ ഒരു അധ്യായം ആ കാലത്ത് സംക്രമണം എന്ന് പറഞ്ഞ മാസികയിലേക്ക് പ്രിയദാസ് ജി മംഗളത്ത് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ തിരുവനന്തപുരത്ത് എന്നെ കൊണ്ട് പരിഭാഷ ചെയ്യിച്ചിട്ടുണ്ട്. എന്നിട്ട് സംക്രമണത്തിൽ പ്രസിദ്ധീകരിച്ചു. അതൊക്കെ നോബൽ സമ്മാനത്തിന് വളരെ മുമ്പ് ആ പുസ്തകത്തെ കണ്ടെത്താൻ പറ്റുന്നതായിട്ടുള്ള യൂണിറ്റുകളായിരുന്നു SFIക്ക് പല സ്ഥലത്തുണ്ടായിരുന്നത്. ഈ പ്രഗത്ഭമായിട്ടുള്ള സർവകലാശാലകളിലൊക്കെ അല്ലെങ്കിൽ ക്യാമ്പസുകളിലൊക്കെ ഉണ്ടായിരുന്നവർ നമ്മൾ അങ്ങനെയാണ് കണ്ടിരുന്നത്. ഗുണ്ടകളും തെമ്മാടികളൊക്കെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും. അവരെയൊക്കെ നിയന്ത്രിക്കാനും അവരെ ശരിയായ രീതിയിൽ കൊണ്ടുപോകാനും പറ്റുന്ന തരത്തിലുള്ള ഒരു ബൗദ്ധികമായ തലം SFIക്ക് ഉണ്ടായിരുന്നു. ഇന്ന് ആ ബൗദ്ധിക തലം സമ്പൂർണ്ണമായിട്ട് ഇല്ലാതായി കഴിഞ്ഞിരിക്കുകയാണ്. വായിക്കുന്ന ഒറ്റൊരുത്തിന് നമുക്ക് ക്യാമ്പസിൽ ചെന്നാൽ കാണാനായിട്ട് കഴിയില്ല. ഇത് പഴയ SFI ആണെന്ന് ചോദിച്ചാൽ അവരൊറ്റ ശബ്ദത്തിൽ തോമസ് ഐസക്കിനോട് ചോദിച്ചാൽ തോമസ് ഐസക്ക് ഇല്ലേന്ന് പറഞ്ഞാൽ ഓടാനുള്ള സാധ്യത. സുരേഷ് കുറുപ്പ് പറയുകയാണ് ഇതിൻ്റെ അകത്ത് വേറെ ആളുകളൊക്കെ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന്. അത് ശരിയാണോ? അതെ. അല്ല, ഇതിനകത്ത് വേറെ നുഴഞ്ഞുകയറ്റമല്ല, ഇതിനകത്ത് മുഴുവൻ അവർ മാത്രമേ ഉള്ളൂ, പഴയ SFIക്കാരില്ല. അതായത് ക്യാമ്പസിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്വഭാവം ഞാൻ പരിശോധിക്കുമ്പോഴേ ആര് വന്നാലും അവരൊക്കെ SFI എന്ന് പറഞ്ഞിങ്ങനെ നിരന്നേക്കും. അവനെന്താണെന്നുള്ളത് അവർക്കൊരു പ്രശ്നമല്ല. എന്നുവെച്ചാൽ അവൻ്റെ കണ്ടൻറ്റ് പ്രശ്നമല്ല. ക്യാമ്പസിൽ കയറുന്നവൻ മുഴുവനും SFI മാറുകയും അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുകയും അവസാനം ഈ SFI എന്ന് പറഞ്ഞ സംഘടനയുടെ ജോലി എന്ന് പറയുന്നത് ഇവനെ സംരക്ഷിക്കലായി തീരും. അങ്ങനെയാണ് ക്രിമിനൽ സംരക്ഷണ സംവേദിയായിട്ട് ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നത്. അവരൊന്നും SFI ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം SFI മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള ഒരു മുദ്രാവാക്യവും യാതൊരു തരത്തിലും അവരുടെ ശരീരത്തിലോ അതേപോലെ അവരുടെ രക്തത്തിലോ അവരുടെ ബുദ്ധിയിലോ സ്വീകരിക്കാത്തതായിട്ടുള്ള കൂറ സംഘങ്ങളായി ഇവർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതെങ്ങനെ സംഭവിച്ചാണ്? കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ സ്റ്റഡി ക്ലാസ്സുകൾ എന്നൊക്കെ പറഞ്ഞ് സ്റ്റഡി ക്ലാസ്സുകൾ കൊണ്ടല്ലല്ലോ ഈ വിവരവും ബോധമുള്ളവരുണ്ടാക്കുന്നത്. സ്റ്റഡി ക്ലാസ്സുകൾ കൊണ്ടല്ല, വായന കൊണ്ടാണല്ലോ ശരിക്കും ഉണ്ടാവണം. വായിക്കുന്ന ഒരു സമൂഹം അല്ലാതെ നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട്. അക്ഷരം അറിയാത്തവരായിട്ട് തന്നെ മാറിയിട്ടുണ്ടെന്ന് സജി ചെറിയാൻ പറഞ്ഞു. സജി ചെറിയാൻ പഴയ SFI ആണല്ലോ. മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിൽ ജനറൽ സെക്രട്ടറിയോ എന്തോ. അതെ, പഴയ കാലത്ത് വന്നിരുന്ന അത്തരം ആളുകൾക്കൊക്കെ പലതരം കുഴപ്പങ്ങളുണ്ടെങ്കിലും അവർക്ക് വേറൊരു വശത്തെങ്കിലും കുറച്ച് സാംസ്കാരികമായിട്ടുള്ളൊരു മുഖമുണ്ടായിരുന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൻ്റെ പുറത്താണ് അവർ ഈ പൊളിറ്റിക്സ് അവർക്കൊരു ഇൻസ്പിറേഷനായിട്ട് മാറിത്തീരുകയും അവരങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യും. ഇപ്പോൾ വരുന്നവരെന്താണ് എന്ന് നമുക്ക് മനസ്സിലായി. നമ്മളിപ്പോൾ ഈ മഹാരാജ് കോളേജിൽ ചെന്നാൽ നമുക്കവിടെ കയറാൻ തോന്നുമോ? ഞാൻ ഈ കുറച്ച് നാൾ മുമ്പ് പോയ സമയത്ത് എനിക്ക് ആ കോളേജിൽ കയറാൻ പോലും തോന്നില്ല. കാരണം അത്തരത്തിലുള്ള പിള്ളേരാണ് ഇന്നത്തെ നിറച്ചിരിക്കുകയാണ് അവിടുത്തെ ചുമര് മുഴുവൻ. വൃത്തികേടല്ലേ? സ്വന്തം വീട്ടിലെ ചുമരില് എഴുതുവോ? അല്ല, അതൊരു പ്രശ്നമാണ്. അത് തെറ്റാണ്. അവിടുത്തെ ഈ SFIക്കാരൻ സ്വന്തം പിതാവ് എവിടെയെങ്കിലും പഞ്ചായത്തിലോ മറ്റോ മത്സരിച്ചാൽ സ്വന്തം വീടിന്റെ ചുമരിൽ എഴുതുവോ? എഴുതില്ല. ഇതെന്ത് വൃത്തികേടാണ് അവിടെ. അല്ല, അങ്ങനത്തെ ഒരു സംസ്കാരം എങ്ങനെയാണ് നമ്മളുടെ ക്യാമ്പസുകളെ ബാധിച്ചതെന്ന് നമ്മളുടെ പൊതുസമൂഹം വലിയ തോതിൽ പരിശോധിക്കേണ്ട ഒരു സമയമാണ്. പെട്ടെന്ന് എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ഞാൻ ദ വീക്ക് മലയാള മനോരമയുടെ പനമ്പള്ളി നഗറിൽ എൻ്റെ ക്യാബിനിലിരിക്കുമ്പോൾ പുറകിലിങ്ങനെ ജനാല തുറന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസമേ ഈ മഹാരാജാസിലെ കുറേ SFI പിള്ളേർ അവർക്ക്
മലയാള മനോരമ കൊടുത്ത ചീഫ് എഡിറ്റേഴ്സ് ട്രോഫി എന്ന് പറഞ്ഞിട്ട് ട്രോഫി ഉണ്ടല്ലോ, കൊണ്ടുവന്നിട്ട് ഈ മനോരമയുടെ വളപ്പിലേക്ക് വലിച്ചെറിഞ്ഞു. ഞാൻ കണ്ടു. എന്തായത്? അല്ല, ഇവർക്കും ഒരു പുരസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ അകത്ത് ആ കോളേജിന് കൊടുക്കുന്നതാണല്ലോ, SFIക്ക് കൊടുത്തതല്ലോ. അത് കോളേജിന്റെ ആ ഓഫീസ് മുറിയിൽ പ്രിൻസിപ്പലിന്റെ മുറിയിൽ സൂക്ഷിക്കുന്നതല്ലേ, അതിന്റെ കസ്റ്റോഡിയൻ പ്രിൻസിപ്പൽ അല്ലേ. പിന്നെ എങ്ങനെ ഇത് ഇവർക്ക് കിട്ടി? അല്ല, ഇവരെങ്ങനെയാണ് ഇങ്ങനെയായി തീർന്നത്? മലയാള മനോരമയിൽ SFIക്കെതിരെ എന്തോ വാർത്ത വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ കൊണ്ടുവന്ന് വലിച്ചെറിയുന്നത്. അല്ല, ഞാൻ പറഞ്ഞ SFIക്കെതിരെ വാർത്ത വന്നു കഴിഞ്ഞാൽ ആ വാർത്തയുടെ ഉറവിടവും അതുപോലെ വാർത്തയുടെ സ്വഭാവം പരിശോധിച്ച് അതിനെ പ്രതിരോധിക്കേണ്ട രീതി അതല്ലേ, അല്ലാണ്ട് ഈ അവർ കൊടുത്തിരിക്കുന്ന ഉപകാരം കൊണ്ട് വലിച്ചെറിയലാണോ? അല്ലല്ലോ. അത് ഭയങ്കര അപകടകരമായിട്ടുള്ള രീതിയിൽ ഇവന്റെ ചിന്ത മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഞാൻ പറയുന്നത് 25 കൊല്ലം മുമ്പ് നടന്ന സംഭവമാണ്. ഈ ട്രോഫി കൊണ്ട് വലിച്ചെറിയുന്ന ഞാൻ കണ്ടത്. അതെനിക്ക് തോന്നുന്നത് ഈ നമ്മളൊക്കെ ക്യാമ്പസിൽ നിന്ന് പോകുന്നപ്പോൾ എല്ലാ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പറയും നമ്മളുള്ള കാലത്ത് നല്ലതായിരുന്നു എന്ന് നമ്മൾ പറയുന്നു എന്ന് ആണെന്ന് പറയും. പക്ഷെ അതല്ലല്ലോ സംഭവം. ഇത് തരിപ്പണമായി പോയി എന്നുള്ളതാണ്. ക്യാമ്പസിൽ നിന്ന് ഇപ്പോൾ ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന ഒരു അധ്യാപനം എന്ന നിലക്ക് നമ്മളെ കുട്ടികളുടെ ഇടത്ത് ചെല്ലുന്ന സമയത്ത് നമ്മളുടെ കോളേജിലായാലും പുറത്തും പല ക്യാമ്പസുകളിലൊക്കെ നമ്മൾ ചെന്ന് അവരോട് ചോദിക്കും, നിങ്ങൾ വായിക്കാറാണോ? വായിക്കുന്ന കുട്ടികളില്ല, 1-2 ആളുകളൊക്കെയാണ് ആളുള്ളത്. വായനയുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ അന്ന്. എന്തൊരു വലിയ പ്രതിഭാ സംഗമം തന്നെയായിരുന്നു ശരിക്കും മഹാരാഷ്ട്രയിലുണ്ടായിരുന്നു. എല്ലാവരും പഠിക്കുന്ന സ്ഥലമാണ്. ഇപ്പൊ ഈ SFIയുടെ പ്രശ്നം കാരണം വിവരമുള്ള മാതാപിതാക്കളൊക്കെ കുട്ടികളെ കേരളത്തിന് പുറത്തേക്കൊക്കെ അയക്കുന്ന പഠിക്കാൻ. കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു ട്രെൻഡ് അല്ല, അതുകൊണ്ട് മാത്രമല്ല, കേരളത്തിൽ നിന്നൊക്കെ മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ഇന്നത്തെ ഒരു സ്വഭാവം മാറി. നമ്മളുടെ കുട്ടികളിൽ ഉണ്ടായിരിക്കുന്ന ഈ ഡിറ്റീരിയറേഷനെ കുറിച്ച് എന്തുകൊണ്ടാണ് നമ്മുടെ പൊതുസമൂഹം, പ്രത്യേകിച്ച് അധ്യാപകരോ അല്ലെങ്കിൽ സാംസ്കാരിക നേതൃത്വമോ ചർച്ച ചെയ്യാത്തതെന്ന് എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട് ശരിക്കും പറഞ്ഞു. ക്യാമ്പസുകളെ ശരിയാക്കേണ്ടത് ആരാണ് ശരിക്കും പറഞ്ഞത്? അധ്യാപകർ വളരെ മോശമാണ്. അവർ മോശമാണെന്ന് വെച്ചാൽ ഒരുത്തരും പുസ്തകം വായിക്കില്ല. അധ്യാപകൻ പുസ്തകം വായിച്ചില്ലെങ്കിൽ പിന്നെ കുട്ടികളെങ്ങനെ വായിക്കാനാണ്? രാഷ്ട്രീയം അതിൻ്റെ കൂട്ടത്തിൽ കയറി വന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ സാധാരണ പറയാറുണ്ട്, UGC ശമ്പളം കിട്ടി തുടങ്ങിയ പിന്നെ പുസ്തകം വായിക്കുകയല്ല പ്രൊഫസർ ചെയ്യുക, വീടിൻ്റെ 2ാം നില എങ്ങനെ പണിയെന്നാണ് ആലോചിക്കുന്നത്. 2ാം നില പണിയിൽ മാത്രമല്ല, ഈ കിട്ടുന്ന കാശ് എങ്ങനെയാണ് ബ്ലേഡിൽ കൊണ്ടുപോയി കൊടുത്ത് പെരുപ്പിക്കേണ്ടതും കൂടി അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു ബ്ലേഡുകാരൻ്റെ മനസ്സായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പാർട്ടിയിലെ അംഗത്വോ ആ സംഘടന ഉണ്ടല്ലോ, അതുണ്ട് AKPCT, അതിലെ അംഗത്വം എന്ന് പറയുന്ന ഒരു ബോണസ് ആണെന്ന് എന്നോടൊരു പ്രൊഫസർ പറഞ്ഞു. നമുക്ക് വേറെ അവസരങ്ങൾ കിട്ടാനുള്ള. അതെ. അല്ല, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ക്യാമ്പസ് ഇവിടെയൊക്കെ എന്താണ് സെമിനാറുകൾ നടത്തില്ല. UGC പണം കൊടുത്തിട്ട് സെമിനാറുകൾ നടത്തും. ആ സെമിനാറുകളിലൊക്കെ എന്നെ ഒന്നും വിളിക്കില്ല, എന്നെ വിളിക്കാൻ പാടില്ല. കാരണം വെച്ചാൽ ഞാൻ CPM വിമതനാണ്. ഒരു സബ്ജക്റ്റും അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മളെ വിളിക്കാൻ പാടില്ല തീരുമാനിക്കുന്നത് ഈ സംഘടനയാണ് തീരുമാനിക്കുന്നത്. ഈ സംഘടനയുടെ പ്രമുഖരായിട്ടുള്ള ആളുകളെയും അവനെ വിളിക്കേണ്ടെന്ന് പറയും, നമ്മളെ വിളിക്കേണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ പലരെയും വിളിക്കേണ്ടെന്ന് പറയും. അങ്ങനെ ഇവരുടെ ഈ സംഘടനാ സംവിധാനം തന്നെ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള പണമൊക്കെ അവർക്ക് അവരുടെ ഇടയിൽ പങ്കിട്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാക്കി മാറ്റുകയും പുറത്തു നിന്നുള്ള ആശയങ്ങൾ അടച്ചു വെക്കുന്നതിനുള്ള ഉപാധിയാക്കി മാറ്റുകയും ചെയ്തിരിക്കുകയാണ്. വേറെ തരത്തിലുള്ളൊരു സംഭാഷണം വരാൻ പാടില്ല, വേറെ ചർച്ചയില്ല. ഒരു സെമിനാർ. അവിടെ എനിക്കൊരു ചോദ്യമുള്ളത്, SFIക്കാരാണോ ഈ മാർക്സിസ്റ്റ് പ്രൊഫസർമാരെ ഭരിക്കുന്നത്, അതോ ഈ മാർക്സിസ്റ്റ് പ്രൊഫസർമാരാണോ SFIയെ ഭരിക്കുന്നത്? അല്ല, മാർക്സിസ്റ്റ് പ്രൊഫസർമാരാണ് ഈ SFIക്കാരെ മുഴുവൻ ചീത്തയ്ക്കെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ കുട്ടികളെ നന്നായിട്ട് ചോദ്യം ചെയ്യുമായിരുന്നു ഈ പ്രൊഫസർമാരെയൊക്കെ, അല്ലേ? പ്രൊഫസർമാരെ മാത്രമല്ല, നമ്മളുടെ കാലഘട്ടത്തിലെ SFI നേതൃത്വത്തെ പോലും മഹാരാഷ്ട്ര പോലെയുള്ള യൂണിറ്റുകൾ കൃത്യമായിട്ട് ചോദ്യം ചെയ്തിരുന്നുള്ളതാണ്. അതിനുള്ള ശേഷി ആ യൂണിറ്റ് ഉണ്ടായിരുന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. കാരണം നന്നായിട്ട് വായിക്കുന്ന ആളുകളാണ്. പിന്നെ പ്രത്യേകിച്ച് SFIയുടെ പരിപാടി അത് കൃത്യമായിട്ട് പരിശോധിച്ച് അതിനനുസരിച്ചാണ് നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അംഗീകരിക്കും, ഇല്ലെങ്കിൽ വേണ്ട. ഇവിടെ ഒരു സംസ്ഥാന കമ്മിറ്റിയും വേണ്ടെന്ന് പറയാൻ പോലുള്ള ശേഷി മഹാരാഷ്ട്രനൊക്കെ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ അവർ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. ആർക്കും ഒന്നുമില്ല. ഒരു നേതാവ്, ഇപ്പോൾ നമ്മൾ ഈ ആർഷോ എന്ന് പറയുന്നതായിട്ടുള്ള നേതാവിനെയൊക്കെ നോക്കിയാൽ എന്താണ് അവരുടെയൊക്കെ അകത്തുള്ളതെന്ന് ചോദിച്ചാൽ വളരെ വളരെ പരിതാപകരമാണ് സ്ഥിതി. വായിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പം നമ്മൾ ഇവരെയൊക്കെ എങ്ങനെ മാർക്സിസ്റ്റിനെ വിളിക്കാൻ പറ്റും? ഇവർക്ക് എന്തെങ്കിലും മാർക്സ് അറിയാം? എന്ത് മാർക്സിസം? മാർക്സിസത്തിൻ്റെ ഇപ്പോൾ റോസ ലക്സംബർഗിനെ പറ്റി നമുക്ക് 2 മിനിറ്റ് സംസാരിക്കാൻ പറ്റുമോ? ഇവർക്കൊരു ഏതെങ്കിലും ഒരു സഖാവിൻ്റെ റോസ ലക്സംബർഗിനെ കുറിച്ച് അവർ കേട്ടിട്ടുണ്ടാവില്ലല്ലോ. കാരണം ആരെങ്കിലുമൊക്കെ പറയണത് കേട്ടെന്നല്ലാണ്ട് റോസ ലക്സംബർഗിൻ്റെ ഒരാശയം ഇവരാരും നായനാരുടെ ചിത്രം കാണിച്ചു കൊടുത്താൽ തിരിച്ചറിയുമോ? തിരിച്ചറിയില്ല. അത് പണ്ട് നമ്മുടെ ലെനിൻ്റെ പ്രതിമയെ കണ്ടിട്ട് തിരിച്ചറിയാൻ പാടില്ല നേതാക്കന്മാരുണ്ടായിരുന്നില്ല.
ആ രീതിയിലേക്ക് ഈ കാര്യങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. സാമാന്യ ബുദ്ധി എന്ന് പറയുന്നത് കോമൺ സെൻസിനെ കുറിച്ച് ഒരുപാട് അന്റോണിയോ ഗ്രാംഷിയാണ് സംസാരിച്ചത് അല്ലേ? ഇവർക്ക് വലിയ രക്ഷയുണ്ട. തോമസ് പെയിൻ ഈ കോമൺ സെൻസിൻ്റെ പൊളിറ്റിക്കൽ സാധ്യതകളൊക്കെ ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തതാണ്. ഇന്നത്തെ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് CPM-ൻ്റെ നേതൃത്വത്തിന്, SFIയുടെ നേതൃത്വത്തിന്, DFI നേതൃത്വത്തിന് ഈ കോമൺ സെൻസ് ഇല്ലാത്തതുകൊണ്ടാണുള്ള നമ്മുടെ ഈ ചാനലുകളിലൊക്കെ കയറിയിരുന്ന് എല്ലാ വൃത്തികേടുകളും ന്യായീകരിക്കുന്നു. അല്ലെങ്കിൽ ന്യായീകരിക്കാൻ ഈ പറ്റും. സിദ്ധാർത്ഥനെ കൊന്നല്ലോ വയനാട്ടിൽ. അത് കഴിഞ്ഞിട്ടും ഈ SFI ഒട്ടും നന്നായില്ല എന്നുള്ളതാണ് ആ കൊയിലാണ്ടി സംഭവം തെളിയിക്കുന്നത്. അല്ല പ്രിൻസിപ്പലിന്റെ കാലുവെട്ട്. ഇതിന്റെ കൂടെ തന്നെ ആവേശം എന്ന് പറഞ്ഞിട്ടൊരു തല്ലിപ്പൊളി സിനിമയും ഞാൻ കണ്ടു. ഈ SFIക്കാരെ പോലത്തെ കുറെ ഈ ആളുകളെയൊക്കെ തല്ലുകയും മയക്കുമരുന്ന് ഉപയോഗിക്കുകയും കള്ളു കുടിക്കുകയൊക്കെ ചെയ്യുന്ന കുറെ വിദ്യാർത്ഥികളെയൊക്കെ മഹത്വവൽക്കരിക്കുന്ന ഒരു പടം. എന്നിട്ട് അതും ഭയങ്കര പടാന്നും പറഞ്ഞ് ഇവിടെ ആളുകൾ നടക്കുന്നു. അല്ല, ഇവിടുത്തെ ആളുകളുടെ തലക്ക് വലിയ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മൊത്തം. അത് വായനയില്ലാത്തത് വലിയൊരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സമൂഹം അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള വായന തിരിച്ചുകൊണ്ടുവരിക. രാമേന്ദ്രൻ വലിയൊരു ബുക്ക് ഷോപ്പൊക്കെ നടത്തിയിരുന്ന ആളാണ്. ഈ ബുക്ക് ഷോപ്പിൻ്റെ സാധ്യത പോലും കേരളത്തിൽ നിന്ന് ഇവർ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ആ പ്രശ്നം, അതായത് സമൂഹം, നമ്മുടെ സമൂഹം ഭയങ്കര കുഴപ്പത്തിലാണ്. അതിലേക്ക് ചർച്ചയൊന്നും വരുന്നില്ല. SFIന് ചീത്ത പറയുന്നുണ്ട്. ഡോക്ടർ B. ഇക്ബാൽ പറഞ്ഞിരുന്നു, കേരളത്തിലെ ഈ ആളുകൾ വരുമാനത്തിൻ്റെ 30%, 40% മറ്റോ ഈ മദ്യത്തിന് ഉപയോഗിക്കുമ്പോൾ 2%, 1% മറ്റോ പുസ്തകം മേടിക്കാൻ ഉപയോഗിക്കുന്നുള്ളൂ ഒരു കണക്ക് പറഞ്ഞത്. അത് ശരിയായിരിക്കാം. 1%, 2% വാങ്ങിക്കുന്ന പുസ്തകങ്ങളിൽ എത്ര ആളുകൾ വായിക്കുന്നുണ്ടോ അതും വളരെ കുഴപ്പമാണ്. പിന്നെ പുസ്തകം തന്നെ വലിയ ഗുണമൊന്നുള്ളതായിരിക്കില്ല. ഇല്ല. വാര്യംകുന്നൻ മഹാൻ എന്നൊക്കെ പറഞ്ഞൊരു പുസ്തകം വാങ്ങിച്ചിട്ട് എന്താ കാര്യം? അല്ല, അത് ആ പുസ്തകം വാങ്ങുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നത് പ്രത്യേക തരത്തിലുള്ള താല്പര്യത്തിൻ്റെ പുറത്ത് മാത്രമേ മാറുകയാണ് ചെയ്യുന്നത്. പുസ്തകം ഇപ്പം നമ്മൾ ദസ്തേവ്സ്കിയെ കുറിച്ച് ഇവർക്ക് അറിയാവുന്ന ആരുടെയും ചോദിച്ചാൽ അവരെന്താ പറയാമെന്ന് പറയാൻ പറ്റില്ല. കേട്ടോ, ദസ്തേവ്സ്കി ആരാണെന്നൊക്കെ ചോദിക്കും. അതാണ് പ്രശ്നം. വളരെ അപകടകരമാണ്. ഇത് മാറണം. ഇതാണ് മാറേണ്ടത്. ഞാൻ പറയുന്നത് SFI അതേപോലെ തന്നെ ഈ പറയുന്ന ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ആളുകളൊക്കെ ചീത്ത പറയുന്നതിന് പകരമായിട്ട് കേരളത്തിൻ്റെ വായനയ്ക്ക് എന്ത് സംഭവിച്ചു, ആ വായനയ്ക്ക് സംഭവിച്ചിരിക്കുന്നതായിട്ടുള്ള ദുരന്തം എങ്ങനെ നമ്മുടെ ക്യാമ്പസുകളെ ബാധിച്ചു, എന്തിനാണ് UGC അധ്യാപകർക്ക് ഈ ശമ്പളം കൊടുക്കുന്നത്? ഒരു ചോദ്യം അവിടെ. ഈ ഓൾ പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം ഉണ്ടല്ലോ നമുക്ക്. ഇപ്പം ശശി ചെറിയാൻ പറഞ്ഞു ഈ പിള്ളേർക്കൊന്നും അക്ഷരം അറിയില്ല, 10ാം ക്ലാസ് വരെ എത്തിക്കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് ശിവൻകുട്ടി പറഞ്ഞു. പക്ഷേ ഈ ഓൾ പ്രൊമോഷൻ എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ടല്ലോ, ഈ തോൽക്കാതെ ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന, അത് SFIക്ക് ക്യാമ്പസിൻ്റെ അകത്ത് കേഡറെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഓൾ പ്രൊമോഷൻ. അല്ല, ഇത് ഓൾ പ്രൊമോഷൻ കൊണ്ടുവരുന്നത് നമ്മുടെ TM ജേക്കബ് എന്ന് പറയുന്ന മഹാനാണ് അറിയാൻ പറ്റും. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഹയർ സെക്കൻഡറി അന്ന് പ്രീ ഡിഗ്രി ബോർഡ് മാറ്റി അതിനൊക്കെ വലിയ സമരം ഉണ്ടായാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുട്ടികളെ റിക്രൂട്ട് ചെയ്യാനായിട്ട് എന്ത് വേണം? ഓൾ പ്രൊമോഷൻ ഉണ്ടെങ്കിൽ മാത്രമേ 10ാം ക്ലാസ് കുട്ടികൾ ജയിച്ചു വരുള്ളൂ. എങ്കിലേ ഇവിടെയൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അന്നത്തെ ഒരു വലിയ വ്യവസായ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഓൾ പ്രൊമോഷൻ വന്നത്. അതിൻ്റെ മറ്റപകടങ്ങളെക്കുറിച്ച് അവരന്ന് ആലോചിച്ചിരുന്നില്ല. അന്ന് ഹയർ സെക്കൻഡറിയിൽ ആവശ്യമായിട്ടുള്ള കുട്ടികളെ കിട്ടുന്നതിനുള്ള ഫീഡർ യൂണിറ്റായിട്ട് ഇതിന് ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അതായത് വിദ്യാഭ്യാസത്തേക്ക് ഇവർ മുഴുവൻ നശിപ്പിച്ച് വലിയ തരത്തിൽ വാണിജ്യവൽക്കരിച്ചതിൻ്റെ അതൊരു ദുരന്തമാണ്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ആ സ്ഥാനം മാറുന്നത്. അങ്ങനെ അക്ഷരം അറിയാത്ത ധാരാളം ആളുകൾ രംഗമായിട്ട് ക്യാമ്പസ് വന്നു. അല്ല, ധാരാളം ആളുകൾ ക്യാമ്പസിൽ ഇപ്പോൾ വരുന്ന അക്ഷരം അറിയാൻ പാടില്ലാണ്ടാണ്. സജി ചെറിയാൻ പറഞ്ഞത് ശരിയാണ്. സജി ചെറിയാൻ അല്ലാതെ പറഞ്ഞത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടറാണ് ആദ്യമായിട്ട് ഈ കാര്യം പറയുന്നത്. അന്ന് അദ്ദേഹത്തിനെ കുറേ ചീത്തയൊക്കെ ആളുകൾക്ക് വിളിച്ചിരുന്നു. പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണെന്ന് എല്ലാവരും അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത് മാറ്റണം. അങ്ങനെയാണ് ഇപ്പോൾ ഈ അക്ഷരത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിൽ ഭാവിയിൽ വിദ്യാഭ്യാസ മന്ത്രിയാകാനുള്ള സാഹചര്യം വല്ലതും ഉണ്ടോ? തള്ളികളയാൻ പറ്റില്ല. ഈ കാരണം ആരാണ് ജയിക്കുന്ന നോക്കിയിട്ട് അമ്മ തീരുമാനിക്കാണല്ലോ ചെയ്യുന്നത്. ഈ കൊയിലാണ്ടിയിലെ ശ്രീനാരായണ കോളേജാണല്ലോ ആക്രമിക്കപ്പെട്ടത്. എനിക്കൊരു സംശയം, പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? അതായത് ഇപ്പോൾ കുറേ ഈഴവർ, വെള്ളാപ്പള്ളി നടേശൻ അവരുടെ നേതാവ്, പ്രീതി നടേശൻ, ഇവരെല്ലാവരും ഇത്തവണ ശോഭയ്ക്ക് മറ്റേ വോട്ട് ചെയ്തല്ലോ, BJPക്ക് വോട്ട് ചെയ്തു. അപ്പോൾ ഈ SNDP ഇങ്ങനെ മൊത്തത്തിൽ സംഘപരിവാർ ഉപസംഘടനയായിട്ട് മാറുന്നത് ശരിയല്ല എന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ടിലൊക്കെ ഉണ്ട്. ഇത് ശരിയല്ല എന്ന് ഇവിടെ മേഖലാ റിപ്പോർട്ടിങ്ങിന് വന്ന് യെച്ചൂരിയൊക്കെ പറഞ്ഞു. അപ്പോൾ SNDP ഇങ്ങനെ BJPക്ക് കുത്തിത്തുടങ്ങിയത് കൊണ്ട് SNDP സ്ഥാപനങ്ങളോട് എന്തെങ്കിലും പക
SFIക്ക് ഉണ്ടായിട്ടുണ്ടാവുമോ? അല്ല, നേരത്തെ ഇതുമാതിരി SN കോളേജിലേക്ക് വലിയ സമരമൊക്കെ നടന്നല്ലോ, VSൻ്റെ കാലത്തായിരുന്നു നിൽക്കുന്നതാണ്. അത് അതിനോടുള്ള പകയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഒരു പ്രത്യേക ഘട്ടത്തിൽ CPM മുതൽ SNDP തമ്മിൽ വലിയൊരു ക്ലാഷ് ഉണ്ടായിരുന്നു. അത് വീണ്ടും തിരിച്ചു വരുന്നൂടായില്ല. അത് വേണമെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കാവുന്നതാണ്. അതിൻ്റെയൊക്കെ സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ അടിസ്ഥാനമായ പ്രശ്നം അതൊന്നുമല്ലല്ലേ. ഇവന്മാർ ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ഉണ്ടല്ലോ ഇവരുടെ, എന്ന് വെച്ചാൽ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ്, അതൊക്കെ ഇവർ കംപ്ലീറ്റ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഉള്ളടക്കമില്ല. പുറത്തിങ്ങനെ ചായം പൂശിയ ഒരു പുറന്തോടുന്നത് മാത്രമേ ഉള്ളൂ. അത് മാറണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതല്ലാണ്ട് ഈ പ്രശ്നങ്ങൾ ഒരിക്കലും പരിഹരിക്കപ്പെടില്ല. മറ്റതിങ്ങനെ നടക്കില്ല. അങ്ങനെയാണെങ്കിൽ വിജയരാഘവൻ പറഞ്ഞത് ഈ പ്രസ്ഥാനം പൂതലിച്ചു പോയി എന്ന് പറയുന്നത് പുള്ളി മൊത്തം ഈ ശരീരഗാത്രത്തെയാണല്ലോ ഇതിനെയാണല്ലോ പറയുന്നത് പാർട്ടിയുടെ ആണ്. അപ്പോൾ SFIക്ക് മാത്രമല്ല. അല്ലല്ല, SFIക്ക് മാത്രമായിട്ട് സംഭവിച്ചേക്കണമല്ല. അത് SFIക്ക് മാത്രമല്ല സംഭവിച്ചിരിക്കുന്നത്. ഈ സംഘടനാ സംവിധാനം മുഴുവനും പൊതുലിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് ഉൾപ്പാട്ടി ചർച്ചകളില്ല. തെറ്റോ ശരിയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തകളില്ല. ഒരാൾ വന്നിരുന്ന് എന്തെങ്കിലും പറയും, മറ്റുള്ളവരും മുന്നിൽ കൈയടിക്കും. അങ്ങനെയുള്ളൊരു ഭക്തി പ്രസ്ഥാനമായിട്ട് മാറി. അതാണ് അതിൻ്റെ പൂതലിപ്പ് എന്ന് പറയുന്നത്. അത് മാറിയാൽ എന്തെങ്കിലും അതിന് സംഭവിച്ചേക്കാം. അല്ലെങ്കിൽ പ്രസ്ഥാനം തന്നെ ഉള്ളു പൊള്ളയായ സ്ഥിതിക്ക് നമുക്ക് SFIയിൽ ഇനി ഒരു പ്രതീക്ഷയും വെക്കാൻ അല്ല, SFIയിലും ഒന്നിലും പ്രതീക്ഷ വെക്കാനില്ല എന്നാണ് പൊതുവേ. കാരണം ഇത് എല്ലാ സ്ഥലത്തും ഇല്ലാതാകുമ്പോഴേ പിന്നീട് അത് തിരിച്ചു വരുന്നില്ല. അതാണ് ചരിത്രം തെളിയിച്ചിരിക്കുന്നത്. ഇവർ ആ ചരിത്ര സത്യത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഒരു തിരുത്തലും ഒരു കിണ്ടിയും ഒന്നും ഇവർ നടത്താനൊന്നും പോകുന്നില്ല. തിരുത്തിയാൽ മാത്രമാണല്ലോ ഈ പ്രശ്നത്തിന് പ്രസക്തിയുള്ളൂ. അതല്ലെങ്കിൽ ഈ പൂതലിപ്പിങ്ങനെ ബാധിച്ച് മുഴുവനായിട്ട് തീരും. അല്ല, ജനം വോട്ട് ചെയ്യാതിരിക്കുമ്പോൾ പാർട്ടി കരുതുന്നത് എന്താണെന്നറിയോ? ജനമാണ് തെറ്റിയതെന്നാണ്. നമ്മളൊന്നും തിരുത്തേണ്ടതില്ല. ജനത്തിന് ബുദ്ധിയില്ല. അങ്ങനെ പറഞ്ഞ് അവസാനം ഇതുണ്ടാവില്ല. അതാണ് തോന്നുന്നത്. നോക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.